ഇമ്രാന്റെ മകളായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ആ മറിയം നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആരാണ് മറിയം എന്നറിയുമോ? ആ മറിയമിന്റെ മകത്വം അറിയണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മറിയം എന്നാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഐഷാ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല, ഖദീജ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല, ഫാത്തിമ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല. പക്ഷേ ഫാത്തിമ അല്ലാഹുവേ അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ തന്നെ ഖുർആനിൽ അധ്യായമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വർഗ്ഗത്തിലെ രണ്ടാമത്തെ ഭാര്യയാണ് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. പഠിച്ചവനെ, സ്വർഗ്ഗത്തിലെ രണ്ടാമത്തെ നേതാവ്, പെണ്ണുങ്ങളുടെ നേതാവ് മറിയം ബീവിയാണ്. മൂന്നാമത്തെ നേതാവ് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി ഉണ്ടല്ലോ, ഖുബൈലിന്റെ മകളായ ഖദീജ ഉണ്ടല്ലോ, ആ ഖദീജ നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ നാലാമത്തെ പെണ്ണാരെന്നറിയോ? നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ നേതാവാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള്, കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് വേണം എന്റെയും നിങ്ങളുടെയും ഭാര്യയും ഉമ്മയും പെങ്ങന്മാരും മക്കളുമല്ല നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകേണ്ടതെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ ആരാ ഫാത്തിമയാരാ? എല്ലാവരും അല്ലാഹുവേ മക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്നവരാണ്. തന്റെ മക്കളുടെ പേരിൽ ഫാത്തിമ, തന്റെ മക്കളുടെ പേരിന്റെ കൂടെ ഫാത്തിമ എന്ന് പറയുന്ന പേരിടുന്നവരാണ്. എങ്കിലും ഫാത്തിമയാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം അറിയുന്ന ആരാവുള്ളത്? ഈ ഫാത്തിമയ്ക്ക് അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഫാത്തിമയാരാണെന്ന് പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമയാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഫാത്തിമയാരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫാത്തിമയെ സ്നേഹിക്കണമെന്നല്ലേ മുത്തുനബി പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനീ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടണേ, എന്റെ പൊന്നാര മകളായ ഫാത്തിമയെ നിങ്ങൾ ഇഷ്ടപ്പെടണേ. ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഫാത്തിമ ആരാണെന്നൊന്ന് പഠിച്ചു നോക്കാം. ആ ഫാത്തിമയുടെ ജീവിതം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താ? നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് 4 നേതാക്കന്മാരുണ്ടാകും. ആ 4 നേതാക്കന്മാരിൽ ഒരു നേതാവ് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുത്തുനബി എന്താ പറഞ്ഞേ? ഫാത്തിമ എന്റെ മകളാ, എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാ. അതുകൊണ്ട് ഫാത്തിമയെ നമുക്ക് ഇഷ്ടപ്പെടണം. ആ ഫാത്തിമയുടെ ചരിത്രം നമുക്ക് പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്ക ഒരു ആമീൻ പറ, ഉറക്കവിളി. ഇതിനേക്കാളും വലിയ ശബ്ദത്തിൽ അവിടെ ആസാദി എന്ന് വിളിച്ചത് എല്ലാരും. ഇതിനേക്കാളും വലിയ ശബ്ദത്തിലായിരുന്നു. എവിടെയായിരുന്നു ഇപ്പൊ പരിപാടി? ഇവിടെ പരിപാടി നടന്നില്ലേ? എവിടെങ്കിലും ആകട്ടെ, അവിടെ കിടന്ന് വിളിക്കണ വിളി ഇപ്പോഴും ഞാനെന്ന് വന്നപ്പോ റോഡിൽ കൂടെ ഒക്കെ ചെറുപ്പക്കാരെ ആസാദി എന്ന് വിളിച്ചോണ്ട് നടക്കാം. മോനെ, അതിനേക്കാളും നല്ലത് ഇപ്പൊ രാമിയും പറ. ആസാദി വിളിച്ച സമയം കളയണ്ടല്ലോ, ഇപ്പൊ രാമിയെങ്കിലും പറ. ഇതുകൊണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാം.